എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഓപ്പോ പുതിയതായിട്ട് ഓപ്പോൻ്റെ എഫ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളൊന്ന് സംസാരിക്കുന്നത് പ്രോ പ്ലസും എന്ന രണ്ട് ഫോണിനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സ്പെക്കും മറ്റ് ഡീറ്റെയിൽസും കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നി, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് കരുതി. അതിനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫോൺ വാങ്ങാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പ്രോയും പ്രോ പ്ലസും പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല ഫോണുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കരുതിയിട്ടൊക്കെ ഫോൺ വാങ്ങാൻ ശ്രമിക്കുക. എനിക്ക് ആദ്യമേ ഇതാണ് പറയാനുള്ളത്. കാരണം പ്രോയ്ക്ക് 27,000 രൂപയും പ്രോ പ്ലസിന് 33,000 രൂപയാണ് ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. പ്രോയ്ക്കും പ്രോ പ്ലസിനും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ പ്രോ പ്ലസ് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചെങ്കിലും വ്യത്യാസം വേണം. ഇവിടെ വ്യത്യാസം മെയിനായിട്ട് പ്രൈസിലാണ്. 6,000 രൂപയാണ് ഈ പ്രോയ്ക്കും പ്രോ പ്ലസിനുള്ള വ്യത്യാസം. അപ്പോൾ പ്രോയിൽ നിന്ന് പ്രോ പ്ലസിൽ എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചിപ്സെറ്റ്, ഇനി ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാറ്റം മാത്രമാണ് ഉള്ളൂ. ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ പ്രോ പ്ലസിൽ വരുമ്പോൾ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ്, അതാണ് ഒരു മാറ്റം. പിന്നെ പോലെ സൈസ് കുറച്ച് കമ്മിയായിട്ടുണ്ട്, 6.59 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. മറ്റേത് 7.9 ഇഞ്ചാണ് പ്രോ പ്ലസ്സിലുള്ളത്. പിന്നെ ചിപ്സെറ്റ് പറയുമ്പോൾ പ്രോയിൽ ഡൈമെൻസിറ്റി 7300 എന്നൊരു മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറാണ്. അത് പ്രോ പ്ലസിൽ വരുമ്പോൾ കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്നൊരു പ്രോസസ്സിലേക്ക് മാറി. ഇതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ 33,000 സെഗ്മെൻറ്റിൽ ഇതൊരു ക്യാമറ സെഗ്മെൻറ്റ് ഫോണാണോ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫോണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡൗട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾകോമിൻ്റെ 7S Gen 3 എന്നൊരു പ്രോസസ്സർ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്, അത് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വേറെയും ഇതിനെക്കാട്ടും പവർ എഫിഷ്യൻസി ഉള്ള വേറെയും കുറേ ചിപ്സെറ്റ് ഉണ്ട്. അവർക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു സംഭവങ്ങളൊന്നും ഈ ഒരു ഫോണിനില്ല. ബാക്കിൽ പ്ലാസ്റ്റിക്കാണ്, സൈഡും പ്ലാസ്റ്റിക്കാണ്. ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷനായിട്ട്. അതെന്താ ഗ്ലാസ് നമുക്ക് അറിയില്ല. അതുപോലെ വാട്ടർ പ്രൂഫ് IP66ഉം അതേപോലെ 68ഉം 69 ഒക്കെ വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷനൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആർമർ ബോഡി 360 ഡിഗ്രി ആർമർ ബോഡിയും അവരതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊഡ്യൂൾ റൗണ്ട് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അതിൽ നമ്മൾ നേരെ വേഗം നോക്കുമ്പോൾ 3 ക്യാമറ സെറ്റപ്പ് ഉള്ളവരെ നമുക്ക് തോന്നും. പക്ഷേ 2 ക്യാമറ സെറ്റപ്പ് ഉള്ളൂ. ഒരു പോർട്രേറ്റും പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും. അതിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സലാണ്. അതിൽ നമുക്ക് 1080p വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ 7000 mAh ബാറ്ററി ഉണ്ട് രണ്ടിലും, പ്രോയിലും പ്രോ പ്ലസിലും 7000 mAh ബാറ്ററിയാണ്. 80 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂളിംഗ് സിസ്റ്റമായിട്ട് ചേമ്പർ കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡായിട്ട് ഈ എഫ് സീരീസിൽ എല്ലാത്തിലും ഡെഡിക്കേറ്റഡായിട്ടൊരു സിഗ്നലിന് വേണ്ടിയിട്ടൊരു ചിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിയോ അൺലിമിറ്റഡ് 5G ഓഫർ കയറ്റുന്ന വ്യക്തികൾക്ക് അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് 5G നമുക്ക് നെറ്റ്വർക്ക് കിട്ടും. അതൊരു നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറേ റിവ്യൂ അൺബോക്സിങ് ചെയ്യുന്ന കുറേ യൂട്യൂബർമാർക്ക് റിവ്യൂ യൂണിറ്റും അതേപോലെ തന്നെ ഗിവ് അവേ യൂണിറ്റും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 300 യൂട്യൂബർമാർക്ക് ഇവർ ഈ ഫോൺ അയച്ചു കൊടുക്കുന്നത്. 300 പേരും ഗിവ് അവേ കൊടുക്കുമ്പോൾ ഒരു 300 പേർക്ക് ഈ ഒരു ഫോൺ കിട്ടും എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് കാരണം അതിന് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ കമ്പനിക്കാർക്ക് കൊടുക്കണം. പക്ഷേ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ 33,000 രൂപയ്ക്ക് ഈ ഒരു പ്രോ പ്ലസ് വാങ്ങണതിനെക്കാട്ടും നല്ലത് ഒരു 2,000-3,000 കമ്മിയാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല ഫോണുകൾ വേറെ കിട്ടുന്നുണ്ട്. വിവോൻ്റെ T4 Pro എന്നൊരു ഫോൺ ഇതിനെക്കാട്ടിലും അടിപൊളി സെഗ്മെൻ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. അത് ക്യാമറ സെഗ്മെൻറ്റ് ഫോണാണ്. ഇവരിപ്പോൾ ഓപ്പോ ക്യാമറ സെഗ്മെൻറ്റ് ഫോണാണ് പറയുമ്പോൾ ഒരൊറ്റ 50 മെഗാപിക്സലിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് അത് ക്യാമറ സെഗ്മെൻറ്റ് ഫോണാണെന്ന് എങ്ങനെ പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ബേസ് വേരിയൻറ്റ് 8GB റാമും 256GB സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. അത് നല്ലൊരു അടിപൊളിയാണ്. 128GB സ്റ്റോറേജ് അവർ ഒഴിവാക്കി. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉള്ളത്. റാം ടൈപ്പ് 4X ആണ് റാം ടൈപ്പ്. അതൊരു ഡൗൺ ഗ്രേഡ് ആയിട്ട് തോന്നി, പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു റാം ടൈപ്പ് തന്നെയാണ് അത് സംഭവം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത് വർത്തായിട്ടുള്ളൊരു ഫോണാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതൊരു വർത്തായിട്ടുള്ളൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 25,000 to 30,000 രൂപയുടെ ഉള്ളിൽ വരുന്ന എല്ലാ ഫോണിലും ഈ കോൾകോമിൻ്റെ 7S Gen 3 അല്ലെങ്കിൽ 7S Gen 4 ഇതാണ് പ്രോസസ്സർ കൊടുക്കുന്നത്. അതിന് മുകളിലും എത്ര പ്രോസസ്സർ ഉണ്ട് ഇവർക്കത് കൊടുക്കാൻ പറ്റും, പക്ഷേ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. എനിക്ക് ഇത്ര ഗൈസ് ഇത് പറയാനുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.